ഹലോ. അപ്പോളേ നമ്മൾ എറണാകുളം യാത്രേൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ശ്രീകുട്ടീനെ ഹോസ്റ്റലിലൊക്കെ റിട്ടേൺ കൊണ്ടുപോയി വീണ്ടും മെട്രോയിൽ കയറിയിട്ട് നമ്മൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരണം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് അടിച്ച് തന്നത് ടൗൺ ഹാളിൽ നിന്നുള്ള ടിക്കറ്റാണ് അടിച്ച് തന്നിരിക്കുന്നത്. എറണാകുളം നോർത്തിലേക്ക് പോകാൻ അവിടെയാണ് ഇറങ്ങേണ്ടത്, നമുക്കറിയില്ല. അപ്പോൾ ഇതിൽ എറണാകുളം സൗത്ത് എന്നുള്ള സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ ഇറങ്ങി. അവിടുന്ന് റിട്ടേൺ വീണ്ടും എറണാകുളം നോർത്തിലേക്ക് ഞങ്ങൾക്ക് കയറേണ്ടി വന്നു. കാരണം നമുക്കവിടെ നമ്മളാ ടിക്കറ്റ് ഇതിൽ സ്കാൻ ചെയ്താലേ പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ടിക്കറ്റ് സ്കാൻ ചെയ്തപ്പോൾ ഒരു സ്റ്റേഷൻ എക്സ്ട്രാ നമ്മൾ ട്രാവൽ ചെയ്തു. അതുകൊണ്ട് ഒന്നുകിൽ പൈസ പേ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ പോകണം. അപ്പോൾ നമ്മൾ റിട്ടേൺ വന്ന് ടൗൺ ഹാളിൽ ഇറങ്ങി അവിടുന്ന് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ് കേട്ടോ. ഇവിടെ വന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഇതാണ് കേട്ടോ. ഒരു കണ്ടെയ്നറാണ് പോണത്. ഞാൻ കുറേ എണ്ണി, ഒരു 10-45 ആയപ്പോൾ ഞാൻ നിർത്തി എണ്ണൽ. കാരണം എനിക്ക് പറ്റുന്നില്ല, കാരണം അത്രയും ഉണ്ട്, ഇത് തീരുന്നില്ല, വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ അതിൻ്റെ വാർഡിന് പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും അത് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴും മഴ തുടങ്ങി കേട്ടോ. നല്ല മഴ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അനൗൺസ്മെൻറ്റ് വന്നു, ട്രിവാൻഡ്രത്ത് നിന്ന് നിലമ്പൂരിലേക്കുള്ള രാജ്യറാണി ഏതാനും നിമിഷങ്ങൾക്കകം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വരുമെന്ന്. അപ്പോൾ നമ്മൾ കുടയൊക്കെ എടുത്ത് റെഡിയായി നിന്ന്, കാരണം നല്ല തിരക്കുണ്ടാവും. രാജ്യറാണി ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നതാണ്. നിൽക്കാൻ ഇടം കിട്ടി, അത്രയും ഭാഗ്യം നേടി നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വന്നു നിന്നു. നമ്മൾ മഴയത്ത് രണ്ടാളും കൂടെ ഒരു കുടയിൽ ആണ് കയറിയത്. അപ്പോൾ വേഗം കയറി ഒരു കമ്പാർട്ട്മെൻറ്റ്, വലിയ തിരക്കില്ലാതെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ കയറുകയും ചെയ്തു. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി നോക്കുമ്പോൾ അപ്പുറം സീറ്റിൽ രണ്ടാൾക്കും ഓരോ സീറ്റ് കിട്ടിയിരുന്നു. അങ്ങനെ ഉറങ്ങിപ്പോയി. 2 ദിവസത്തെ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ശരി, രാത്രിയാണ്, നല്ല മഴയുണ്ട്. സൈഡിൽ വിൻഡോസൊക്കെ അടച്ചിട്ടതായിരുന്നുകൊണ്ട് നമുക്ക് പുറത്തേക്കൊന്നും അല്ല. ശരി, ഒരു പുലർച്ചയോടുകൂടി നമുക്ക് നിലമ്പൂർ എത്താലോ എന്നുള്ള പ്രദേശത്തിൽ കിടന്നുറങ്ങി. രാവിലെ വെളിച്ചം കണ്ട് വർത്താനം ആളുകളുടെ ഒച്ച കേട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഈ സ്ഥലത്താണ് കേട്ടോ. ട്രെയിൻ ചതിച്ചു, നിലമ്പൂർ പഴനിയിലേക്ക് മാറ്റി. പഴനിയിലേക്ക് പോകുന്ന ട്രെയിനിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. നിലമ്പൂരിലേക്കുള്ള ട്രെയിനിൽ നിന്ന് നമ്മൾ കയറിയത് രാമേശ്വരത്തേക്ക് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങൾ പോകുന്ന ട്രെയിൻ പിടിച്ചിട്ടതാണ്. അങ്ങനെ അവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പ് പഴനിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഴനിയിൽ വന്നിറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ആകെ കൂടെ റിലേ കട്ടായ അവസ്ഥയായിരുന്നു. കാരണം ഈ സമയത്ത് നിലമ്പൂർ വന്നിറങ്ങേണ്ട ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് പഴനിയിലാണ്. 7 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് തെക്കോട്ട് പോകേണ്ട ഞങ്ങൾ വടക്കോട്ട് യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ പഴനി റെയിൽവേ സ്റ്റേഷനാണിത് കേട്ടോ. ഇവിടെ വന്ന് ഏതായാലും രാത്രി ഫുള്ള് നല്ല ഉറങ്ങി, അന്തം വിട്ട് ഉറങ്ങിയതിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണിത്. അപ്പോൾ ഇവിടെ വന്ന് അപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം, ഒന്ന് ഫ്രഷ് ആവണം ഒക്കെ കരുതി നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ കടകളൊക്കെ ഉണ്ട്, ചായക്കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ നമുക്ക് താഴെ പേ ചെയ്താൽ ബാത്റൂം സൗകര്യവും ടോയ്ലറ്റ് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ താഴെ പോയി നമ്മൾ ബാത്റൂം ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ റിട്ടേൺ വരാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുതിരവണ്ടി കണ്ടോ, ഇവിടെ കാണുന്ന ഒരു പ്രത്യേകതയാണിത് കേട്ടോ. കുതിരവണ്ടിയിൽ ആളുകളെ കൊണ്ടുവന്ന്, എനിക്ക് ഈ കുതിരവണ്ടി കണ്ടപ്പോൾ നമ്മളെ മേലെപ്പറമ്പിലാൺവീട് സിനിമയിൽ ജയറാമിനെ കൊണ്ടുപോകാൻ ശോഭന രാത്രി കുതിരവണ്ടി കൊണ്ടുവരുന്നില്ലേ, ആ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ അതാ ആരോ യാത്ര കൊണ്ടുപോയിട്ട് റിട്ടേൺ വരുന്ന കുതിരവണ്ടിയാണിത്. അപ്പോൾ നമ്മളിവിടെ പഴനിയിൽ സുലഭമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത്, ഇങ്ങനെയുള്ള കുതിരവണ്ടികൾ. അപ്പോൾ ആളുകൾ വേണമെന്നുള്ളവർ കുതിരവണ്ടിയിൽ കയറിയിട്ട് പോകും. അപ്പോൾ ഒരു ഫാമിലി വരുന്നുണ്ട് കുതിരവണ്ടിയിൽ കയറാൻ. അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇരുന്ന് നല്ലൊരു യാത്രയായിരിക്കില്ല, ആ കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ള പോക്ക്. എന്തായാലും നമ്മൾ കുതിരവണ്ടിയിലൊന്നും കയറാൻ നിന്നില്ല കേട്ടോ. കയറിയ വണ്ടിയെ തെറ്റായി വന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുതിരവണ്ടിയിലും കൂടി കയറിയിട്ട് വേണ്ടാന്ന് വെച്ചാൽ അതിൽ കയറിയില്ല. നമ്മൾ നേരെ അവിടെ വന്ന്, അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് നമ്മൾ താഴെ പോയി അവിടെ തന്നെയാണുള്ളത്. അപ്പോൾ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ടിക്കറ്റ് എടുത്ത്, അപ്പോൾ 9:20-നാണ് ഇനി നമുക്ക് ട്രെയിന്. അതും നിലമ്പൂരിലേക്കല്ല, ഇവിടുന്ന് നമ്മൾ കോയമ്പത്തൂരിലേക്ക് കയറി അവിടുന്ന് പാലക്കാട്ടിലേക്ക് നമ്മൾ കയറണം. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് മേലേക്ക് കയറി വരണം. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ, അതായത് ട്രാക്കിൻ്റെ ആ ഭാഗത്തായിട്ട് ചായക്കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിക്കണം, ഭയങ്കര വിശപ്പാണ്. നമ്മൾ പറക്കുംതളികയിൽ നിത്യാദാസ് പറയുന്ന മാതിരി ഇഡ്ഡലി ഗർഭ വട ഗർഭ എന്നും പറഞ്ഞു, കാരണം അവിടെ വെജിറ്റേറിയനാണ് അധികം ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ അവസ്ഥയാണിത് കേട്ടോ. എന്തൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുള്ളത് നോക്കി. പണ്ടത്തെ പോലെ നല്ല, ഇപ്പോൾ നല്ല ഫ്രഷായിട്ട് നല്ല
ക്ലീനായിട്ട് വെക്കുന്നുണ്ട് എപ്പോഴും കേട്ടോ. പഴനിയിലൊക്കെ നല്ല ഇതാണ്. അപ്പോൾ ഇവിടെ വന്ന് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ പോലെ ഉണ്ടായിരുന്നു. അവിടെ കയറി ഇഡ്ഡലി ഗർഭ കിട്ടിയില്ല, ഏതായാലും വട ഗർഭ, മസാല ദോശ ഗർഭ എന്നും പറഞ്ഞിട്ട് രണ്ടാളും കഴിച്ചു. വിശപ്പിൻ്റെ കൊണ്ട് ഒരു മസാല ദോശയ്ക്ക് എതിരെ പോയി എന്ന് തന്നെ അറിയില്ല. എന്തായാലും അത് മാത്രം കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ കോയമ്പത്തൂർ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചി ചോദിക്കുന്നുണ്ടായിരുന്നു എവിടുന്നാണ് നിങ്ങൾ വരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ സ്ഥലമൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമൊന്നും അവരോട് പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ നിന്നപ്പോൾ നമ്മുടെ റെയിൽവേ ട്രാക്കിൻ്റെ മേലെ ഒരു ഓവർ ബ്രിഡ്ജ് പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് ഈ മല നമുക്ക് എല്ലാവർക്കും പരിചയമായ ഒരു മലയാണ്. അതായത് ഇതാണ് പഴനിമല, സാക്ഷാൽ മുരുകൻ്റെ വാസസ്ഥലം. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ നിന്നിട്ടാണ് ഇവിടെ വരെ വന്നിട്ട് അമ്പലത്തിൽ പോകാനുള്ളൊരു സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ആ ഒരു ദൂരെ നിന്നെങ്കിലും അതൊന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഓവർ ബ്രിഡ്ജിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഈ പച്ചപ്പാർന്ന് കിടക്കണതിൻ്റെ അപ്പുറത്ത് ഒരു മല, ആ മലേൻ്റെ മേലെ നമ്മളെ മുരുകസ്വാമിയുടെ അമ്പലം. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. പെട്ടിയാ പോലെയുള്ള വീടുകൾ, ഇവിടുത്തെ പോലെ ഡിസൈൻ വർക്കൊന്നും അല്ല വീടുകൾ, ഒരു സാധാരണ ഇതിലുള്ളൊരു വീടുകളാണ് എല്ലാം, വലിയതായാലും ചെറിയതായാലും ഒക്കെ. അപ്പോൾ ആ ഓവർ ബ്രിഡ്ജിൻ്റെ മേലെ നിന്നുള്ള പഴനിയിലെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ 9 വരെ ട്രെയിൻ വന്ന് അതിൽ റിട്ടേൺ വരികയാണ്. അപ്പോൾ ചെറിയ ഇതിലൊക്കെ സ്റ്റോപ്പുകളിലൊക്കെ വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് നമുക്ക് പോകാനുള്ളൊരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗേറ്റൊക്കെ അടച്ച് വണ്ടിക്കാരിങ്ങനെ കാത്തു നിൽക്കുന്ന ട്രെയിൻ പോകാൻ വേണ്ടി. പിന്നെ നിരപ്പായ സ്ഥലമാണ് നമ്മളെ പോണ വഴിയിലൊക്കെ 2 സൈഡും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാണാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതായി കാറ്റാടി യന്ത്രങ്ങൾ, വലിയ കാറ്റൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് വല്ലാതൊന്നും അനങ്ങുന്നില്ല, ചെറുതായിട്ടൊക്കെ കറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏതായാലും ട്രെയിൻ ചതിച്ചു, നിലമ്പൂർ പഴനിക്ക് മാറ്റി. അതുകൊണ്ട് നമ്മൾ പഴനിയിലൊന്ന് പോയിട്ട് റിട്ടേൺ വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പഴനിയിൽ വരാനുള്ള യോഗം ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ 2-3 ദിവസത്തെ ട്രെയിൻ യാത്ര ഭയങ്കര ടയേർഡാണ്. എന്തായാലും പഴനി യാത്ര വല്ലാത്തൊരു അത്ഭുതം പിടിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം കമൻറ്റും ചെയ്യണേ.